ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഡയറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഡയറ്റിനെ കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഡെലിവറി ടൈമിൽ ഞാനൊരു 63 കിലോ ആയിരുന്നു. അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല, ഇപ്പുറത്തോട്ടും വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 58 ആയി. ഈ 58 എന്ന് പറയുന്ന എൻ്റെ വെയിറ്റ് കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ആ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കൂടുകയില്ല, കുറയുകയില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹെൽത്തിൻ്റെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ആ വെയിറ്റിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഹെൽത്തൊക്കെ ഒന്ന് നേരെയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ഇങ്ങനെ പല ഡോക്ടേഴ്സിൻ്റെയും വീഡിയോസും ഡയറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഏത് ഡോക്ടറാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാനത് പറയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ട വഴിക്ക് ഡയറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഡയറ്റിന് ഫുഡ് കഴിക്കേണ്ടത് എങ്ങനെയാണ്, ഏതൊക്കെ ഫുഡുകൾ കഴിക്കണം, അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡ്, വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ രാവിലത്തെ ഫുഡെന്ന് പറയുന്ന സംഭവം കുറച്ചു. ഇപ്പം ഒരു പുട്ടാണെന്നുണ്ടെങ്കിൽ ആ പുട്ടിൻ്റെ പകുതിയേ കഴിക്കുള്ളൂ. അപ്പോൾ അത് എനിക്ക് ദോശ ഇഡലിയൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്നതിൽ നിന്നും പകുതിയേ കഴിക്കാറുള്ളായിരുന്നു. പിന്നെ ഞാൻ പഴമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ, ഒന്നോ രണ്ടോ പഴമൊക്കെ ഡെയിലി കഴിക്കാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബ്രെഡോ ബിസ്ക്കറ്റോ രണ്ടെണ്ണോ ഒക്കെ കഴിക്കും. ഉച്ചയ്ക്ക് ചോറെന്ന് പറയുന്നത് ഒരുപാട് കുറച്ചു എന്ന് പറഞ്ഞാൽ കഴിക്കാണ്ട് തന്നെ ആഴ്ച ഒന്നോ രണ്ടോ ദിവസം മാത്രം ചോറ് കഴിക്കുന്ന ഒരു ശീലമാക്കി മാറ്റി. അതും നിർബന്ധമില്ല എന്നുള്ള പോലെയായിരുന്നു കഴിപ്പ്. അപ്പോൾ പിന്നെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 7:30 ഫുഡ് കഴിക്കും. ഈ 7:30 കഴിക്കുന്നതെന്ന് വെച്ചാൽ ചപ്പാത്തി, ദോശ, മറ്റ് ഫുഡുകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഓട്സ് കാച്ചി കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 2 സ്പൂൺ ഓട്സ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്താണ് കാച്ചി കുടിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടതെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് മാത്രം കാച്ചി കുടിക്കാൻ. എന്നിട്ട് പോലും ഞാനത് കേൾക്കാതെ ഒരു ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് പാലൊഴിച്ചാണ് കാച്ചി കുടിച്ചത്. അപ്പോൾ ഈ പാലൊഴിച്ച് കാച്ചി കുടിച്ചു. അങ്ങനെ ഡയറ്റ് എൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു വല്ലാത്ത ക്ഷീണമൊക്കെ ക്ഷീണം വന്നു തുടങ്ങി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തല കറങ്ങുന്നു, ബോഡിക്കൊരു വിറയൽ. അങ്ങനെ എന്താ പ്രശ്നമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ പ്രശ്നം എന്താണെന്ന് അറിയാൻ പല ഡോക്ടേഴ്സിനെയും പോയി കണ്ടു. ഇപ്പോൾ ഈ വിറയലിന് വേണ്ടിയിട്ട് ന്യൂറോ ഡോക്ടറെ പോയി കണ്ടു. പിന്നെ തല കറങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല ഡോക്ടേഴ്സിനെ പോയി കണ്ടു കേട്ടോ. ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വയറിനൊരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് മെഡിക്കലിൽ ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ട് തന്നു. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ A to Z നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു കേട്ടോ. ആ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയൊക്കെ അളവ് വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ നല്ല ലോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങൾ സാധാരണ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ്. അപ്പോൾ ഈ ക്ഷീണങ്ങളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് വീണ്ടും വീട്ടിൽ വന്നു. അപ്പം വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ എന്താണെന്നൊക്കെ വീണ്ടും യൂട്യൂബിൽ ഞാൻ നോക്കി പല ഡോക്ടർമാരും പറയുന്നത് കേട്ടിട്ട് അതൊക്കെ അനുസരിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടും എൻ്റെ വൈറ്റമിൻ ഡിയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പം പക്ഷേ ആ മെഡിക്കലിലെ ഡോക്ടർ തന്നെ എനിക്ക് വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റ് തന്നു തുടങ്ങി. പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കെ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരുവിധം ആ ഗുളിക ബോഡിയിൽ ശരിയായി തുടങ്ങി, അതെല്ലാം ഓക്കെ ആയി വന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ ക്ഷീണവും ഇതിനിടയ്ക്ക് എനിക്ക് ശ്വാസം മുട്ടൽ വന്നു തുടങ്ങി, ചെസ്റ്റ് പെയിൻ വന്നു തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ഒരു പേടി തോന്നി തുടങ്ങി, ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ആണോ. അങ്ങനെ ഈ ECGയിൽ ചെറിയ വേരിയേഷൻ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒരു കാർഡിയാക്കിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഏജ് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല, എങ്കിലും ഒരു കാർഡിയാക്കിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി കാർഡിയാക്കിനെ കാണിച്ചു. കാർഡിയാക്ക് 2-3 ട്രിപ്പായിട്ട് മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ അതെല്ലാം നോർമലാണ്. പക്ഷേ ECGയിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു. അത് ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കൊണ്ടുണ്ടായതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയുണ്ടായി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, HB ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെറുതെ പോയി HB ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. HB ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ബ്ലഡിൻ്റെ കൗണ്ട് വളരെ കുറഞ്ഞ് 7.5. അതിൽ നമ്മുടെ അയൺ കണ്ടൻ്റ് എന്ന് പറയുന്നത് അതിലും ഒരുപാട് കുറഞ്ഞ് താണു പോയിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്ന അനീമിയ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് മാറി. ഈ അനീമിയ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെസ്റ്റ് പെയിനും ശ്വാസം മുട്ടലും എല്ലാ പ്രശ്നങ്ങളും തലകറക്കവും ക്ഷീണവും എല്ലാം വന്നു തുടങ്ങി. പക്ഷേ എനിക്കിതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചില ദിവസങ്ങളിൽ പോയി ട്രിപ്പ് ഇടുക, ചെറിയ ടാബ്ലറ്റുകൾ വാങ്ങിച്ച് കഴിക്കുക, തലപെരുപ്പിനുള്ള ടാബ്ലറ്റ് കഴിക്കുക, ഉറക്കം വരാനുള്ള ടാബ്ലറ്റ് കഴിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്താണ് റീസൺ എന്ന് നമുക്കറിയില്ലല്ലോ.
അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് അനീമിക് എന്നുള്ളൊരു പ്രശ്നമാണെന്ന് കണ്ടെത്തിയത്. ഈ അനീമിയ ആണെന്ന് കണ്ടെത്തിയതിന് ശേഷം ഡോക്ടർ അയൺ ടാബ്ലറ്റ് തന്നു. ഈ ടാബ്ലറ്റ് ഒരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് മുടങ്ങാതെ കഴിക്കാൻ പറഞ്ഞു. 3 മാസം കഴിക്കാൻ പറഞ്ഞെങ്കിലും 3 മാസം കഴിച്ചതിന് ശേഷവും പിന്നെ ബ്ലഡ് നോക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് കയറുന്നില്ല മുകളിലോട്ട്. ഒരു 11 തന്നെ വന്ന് നിൽക്കുവാണ്. അപ്പം ഞങ്ങൾ തന്നെ സ്വയം വിചാരിച്ചു, ഡോക്ടർ പറയുന്നത് കേൾക്കുന്നതിനപ്പുറം സ്വയം വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു 3 മാസം കൂടെ കഴിക്കാം. അങ്ങനെ 6 മാസം ആ അയൺ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. ഈ അയൺ ടാബ്ലറ്റ് കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു 12ന് മുകളിലോട്ടൊക്കെ ബ്ലഡിൻ്റെ കൗണ്ട് മാറി. അപ്പോഴും ഞാൻ ഫുഡിനകത്ത് ആ ഒരു രീതിയിൽ തന്നെ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് നോക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകും തോറും. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലും തോറും വെയിറ്റിൻ്റെ വ്യത്യാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 58 എന്ന് പറയുന്ന ആ ഒരു വെയിറ്റ് കുറേ നാൾ കഴിഞ്ഞിട്ടും മാറാതിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ 58 പോയിട്ട് പെട്ടെന്ന് കുറച്ച് മാസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 56 ആവുന്നു, 55 ആവുന്നു, പിന്നെ അത് കഴിഞ്ഞ് 53 ആവുന്നു. അവസാനം ഇപ്പോൾ എടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് 50 ആണ്. ഇനി 50ൽ താഴെ വന്നിട്ടുണ്ടോ എന്ന് ഇനി പോയി നോക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷനിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇത്രയും ഡയറ്റ് എടുത്ത് ഈ 8 കിലോയോളമാണ് ഈ 7 മാസത്തിനുള്ളിൽ എനിക്ക് വെയിറ്റ് കുറയുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ടായി. ഞാൻ അന്ന് ഡയറ്റ് എടുത്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുടലും നമ്മളെ ഫുഡ് ചെല്ലുന്ന ഏതൊക്കെ പോർഷൻ ഉണ്ടോ അവിടെ എല്ലാം നമ്മളുടെ ഭാഗം ചുരുങ്ങുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് അത് അറിയില്ല, ഡോക്ടേഴ്സിനൊക്കെ അറിയായിരിക്കും. എനിക്ക് പിന്നീട് ഇതിന് ശേഷം ഞാൻ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, കൂട്ടാന്ന് പറഞ്ഞാൽ ഓവറായിട്ടല്ല, നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെയിറ്റ് ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കാൻ പറ്റാത്ത കാരണം ഇത്തിരി എന്തെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉടനെ വയറ് നിറഞ്ഞു എന്നുള്ളൊരു ഫീലിങ്, ഒരു വോമിറ്റിംഗ് തോന്നുക, അങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഡയറ്റ് ചെയ്തതോടുകൂടി എൻ്റെ എന്തൊക്കെയോ ചുരുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഫുഡ് അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത്. അപ്പം എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, ഡയറ്റ് എടുക്കുന്നവർ എപ്പോഴും ഫുഡ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡിക്ക് വേണ്ടുന്ന സൂര്യൻ്റെ പ്രകാശം, ഇത് മസ്റ്റായിട്ടും കൊണ്ടിരിക്കണം. എനിക്ക് ഈ 1 ഇയറായിട്ട് പോലും വൈറ്റമിൻ ഡി ഇതുവരെ കറക്റ്റായിട്ടില്ല. 2 നേരം ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടേഴ്സും പറയുന്നത് കേൾക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ബോഡി എന്താണോ അതൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം മാത്രമേ നമ്മൾ ഡയറ്റ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വീഡിയോ കണ്ടും പോയി ഡയറ്റ് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എൻ്റെ പോലെയുള്ള അവസ്ഥയാവും. എനിക്കിപ്പോൾ ഈ 50 എന്ന് പറയുന്ന വെയിറ്റിൽ കൂടുതൽ കൂടി വരുന്നില്ല, കാരണം എനിക്ക് ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു കുറച്ച് ഫുഡ് അങ്ങോട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വയറ് നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യുക. പിന്നെ എനിക്ക് ഫുഡ് അങ്ങോട്ട് ഇറങ്ങില്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങില്ല. പിന്നെ നമുക്ക് വേറൊരു ഇത് തോന്നുക ചെയ്യുക. അപ്പം പ്രധാനമായിട്ടും എല്ലാവരും ഡയറ്റ് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഡോക്ടറുടെ സജഷൻ ഇല്ലാതെ ഒരിക്കലും ഡയറ്റ് എടുക്കരുത്. ഫുഡുകൾ അവോയ്ഡ് ചെയ്യരുത്. ചോറ് കഴിക്കാനോ ബേക്കറി കഴിക്കാനോ ഒന്നും ഞാൻ പറയില്ല, അതൊന്നും ഞാൻ പൂർണ്ണമായിട്ടും കഴിക്കാറില്ല. പക്ഷേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ ആവശ്യം പോലെ കഴിക്കണം. അതുപോലെ വെള്ളം കൂടി ആവശ്യത്തിൽ കൂടുതൽ തന്നെ കുടിക്കണമെന്ന് ഞാൻ പറയാം കേട്ടോ. വെള്ളമൊക്കെ ഞാൻ കുറച്ചൊക്കെയാണ് കുടിക്കുന്നത്, പക്ഷേ ഇപ്പം ഞാൻ നല്ല രീതിക്ക് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും വേറൊരു കണ്ടീഷനിലോട്ട് പോകാതെ നോക്കുക. ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർ ഡോക്ടറുടെ മസ്റ്റായിട്ടും അവരുടെ അഭിപ്രായം കണക്കിലെടുത്ത് മാത്രമേ ഫുഡ് കൺട്രോൾ ചെയ്യാവൂ. അല്ലാതെ ആരും ഒരിക്കലും ഫുഡ് കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. അവസാനം എന്നെപ്പോലെ അനീമിക്ക് മറ്റ് പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. പിന്നെ നമ്മൾ എത്ര നാളത്തേക്ക് കടന്ന് ബുദ്ധിമുട്ടണമെന്ന് നമ്മൾ മാത്രമായിരിക്കും അനുഭവിക്കുക. ഞാനത് അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഡയറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണക്ക് അതേ കണക്ക് അനുകരിച്ച് അതേപോലുള്ള ഫുഡുകൾ എടുത്ത് അതേ രീതിക്ക് പോകാൻ നോക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി പലവിധമാണ്, അതുകൊണ്ട് ഡോക്ടറുടെ സജഷൻ മസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. കമൻറ്റുകളുണ്ടെങ്കിൽ പറയുക. ഞാനൊരു ഡോക്ടറല്ല, ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് ഷെയർ ചെയ്തത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.